ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ രസം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. രസത്തിനാവശ്യമായ പുളി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഇത് നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 5 ചെറിയുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി രസം തയ്യാറാക്കാനായി ഒരു പാൻ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം കുറച്ച് വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. വഴണ്ടി വരുന്ന സമയം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ഒരു 3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് ഇളക്കാം. ഈ തക്കാളി ഒന്ന് വാടി വരാനായിട്ട് ഒരു 3 മിനിറ്റ് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴണ്ട് വാടിയും വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്ത് ഒന്ന് അരിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുത്താൽ മതി. വെള്ളം മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ ഞാനൊരു 4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 5 കപ്പ് വെള്ളമായിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എരിവും പുളിയും ഉപ്പും കായവും എല്ലാം പാകമാണോ എന്ന് നോക്കണം. ഈ സമയം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരും. ഈ സമയം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ രസം തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ രസം തയ്യാറാക്കിയാൽ ചോറ് തീരുന്നതേ അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.